നോക്കൂ നിങ്ങൾ, ഇപ്പോൾ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത സംസ്ഥാനമാണ് കേരളം. മുൻപ് എങ്ങനെയായിരുന്നു? UDFന്റെ ഭരണകാലത്ത് ഒടുവിൽ 1 മണിക്കൂറായിരുന്നു പവർ കട്ട്. അപ്രഖ്യാപിത പവർ കട്ട് എന്ന പേരിൽ ഗണ്യമായ സമയവും വൈദ്യുതിയില്ലാത്ത അനുഭവം ഏറ്റുവാങ്ങേണ്ടി വന്ന ദൗർഭാഗ്യവാന്മാരും ദൗർഭാഗ്യവതികളുമായിരുന്നു മലയാളികൾ. മണ്ണെണ്ണ വിളക്കും മെഴുകുതിരിയും കാത്തുവെച്ച വീടുകൾ, ഇന്നതെല്ലാം പഴയൊരു ഓർമ്മ മാത്രം. എത്ര പെട്ടെന്നാണ് നമ്മുടെ നാട് മാറിയത്. 2 ആഴ്ച മുൻപ് കേരളത്തിലെ പള്ളിക്കൂടങ്ങൾ തുറന്നു. സ്കൂള് തുറക്കുന്നതിന് മുൻപ് കുട്ടികളുടെ കയ്യിൽ പാഠപുസ്തകങ്ങൾ എത്തി. UDF ഭരിക്കുന്ന കാലത്തോ സ്കൂള് തുറക്കുന്നത് പോയിട്ട് പരീക്ഷ എത്തിയപ്പോഴും പാഠപുസ്തകം കിട്ടാതെ എത്ര പ്രക്ഷുബ്ധമായി നമ്മുടെ വിദ്യാഭ്യാസ രംഗം. പരീക്ഷക്കാലത്ത് പോലും പാഠപുസ്തകം കൊടുക്കാനാവാത്ത അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രി പറഞ്ഞ ന്യായം ഇന്നും അദ്ദേഹത്തെ പരിഹാസ്യനാക്കിക്കൊണ്ട് അന്തരീക്ഷത്തിലുണ്ട്. ഞാൻ ആളുടെ പേര് പറയാനോ അദ്ദേഹം പറഞ്ഞ അപഹാസ്യമായ ന്യായം ഓർമ്മിപ്പിക്കാനോ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ മലയാളികളുടെ മനസ്സിൽ അതെല്ലാം ഉണ്ട്. കാലം അങ്ങനെ മാറുകയാണ്. പവർ കട്ടില്ലാത്ത കാലം, പള്ളിക്കൂടം തുറക്കുന്നതിന് മുൻപ് പുസ്തകങ്ങൾ കിട്ടുന്ന കാലം, ക്ഷേമ പെൻഷൻ മുടങ്ങാത്ത ഒരു കാലം, വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായ 5 ലക്ഷം കുടുംബങ്ങളുടെ ആഹ്ലാദം തിരതല്ലുന്ന കേരളം ഇങ്ങനെ മാറുകയാണ്. ഈ മാറ്റങ്ങൾ തുടരണം എന്നതൊരു നാടിൻ്റെ ആഗ്രഹമാണ്. അതിന് രാഷ്ട്രീയമില്ല. രാഷ്ട്രീയം വ്യത്യസ്തമായിരിക്കാം. വഴിക്കടവിലും മുണ്ടയിലും പരിസരങ്ങളിലുമൊക്കെ എത്രയോ UDFന്റെ സ്നേഹിതന്മാരുണ്ട്. അവരോടൊന്നും വ്യക്തിപരമായ ഒരു വിദ്വേഷവും നമുക്കില്ലല്ലോ. അവരെല്ലാം നമ്മുടെ സഹോദരങ്ങളാണല്ലോ. വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു വന്നേയുള്ളൂ. അതൊരു പ്രശ്നവുമല്ല. ഞാൻ ഇവിടെ അങ്ങനെ പരാമർശിക്കാൻ കാരണം വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു എന്നതുകൊണ്ട് നാട്ടിലുണ്ടായ ഈ മഹത്തായ മാറ്റങ്ങളെ അവർ അംഗീകരിക്കില്ല എന്നർത്ഥമില്ല. ആ മാറ്റങ്ങളെ അവരെല്ലാം സ്വീകരിക്കുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. ഇവിടെ വഴിക്കടവിലുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകൻ കോൺഗ്രസുകാരനായി എന്ന കാരണം കൊണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തേതുപോലെ പവർ കട്ട് തിരികെ വരണം എന്നാഗ്രഹിക്കുമോ എന്നതാണ് ചോദ്യം. അതിനൊരു സാധ്യതയുമില്ല. UDF ഭരിക്കുന്ന കാലത്തേതുപോലെ പരീക്ഷക്കാലത്തും പാഠപുസ്തകം കിട്ടാത്ത കുട്ടികൾ വലയണം എന്നാഗ്രഹിക്കുമോ? UDFന്റെ ഭരണകാലത്തേതുപോലെ ക്ഷേമ പെൻഷൻ മുടങ്ങിപ്പോകണം എന്നാഗ്രഹിക്കുമോ? അതൊന്നും നടപ്പുള്ള കാര്യമില്ല. രാഷ്ട്രീയം വ്യത്യസ്തമാകാം, പക്ഷെ നാട്ടിലുണ്ടായ നല്ല മാറ്റങ്ങളെ എല്ലാവരും സ്വീകരിക്കും, അംഗീകരിക്കും. ഈ മാറ്റങ്ങൾ പാതി വഴിയിൽ വീണുപോകരുത് എന്നാഗ്രഹിക്കും, സ്വാഭാവികമാണ്. ഈ മാറ്റങ്ങൾ ശക്തിയോടെ തുടരണമെങ്കിൽ ഇടതുപക്ഷം കൂടുതൽ കരുത്താർജിക്കണം. ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്നും ഇടതുപക്ഷം നല്ല വിജയം നേടുമ്പോൾ സ്വാഭാവികമായും ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പദ്ധതികളും കൂടുതൽ കരുത്തോടെ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള രാഷ്ട്രീയ ഊർജം ഇടതുപക്ഷത്തിന് ലഭിക്കും. ആ പ്രചോദനം ഇടതുപക്ഷത്തിന് കൂടുതൽ കരുത്തോടെ മുൻപോട്ട് പോകാനുള്ള ഒരു സാഹചര്യമൊരുക്കും. ഒപ്പം നമ്മുടെ നിലമ്പൂരും മാറും. നിലമ്പൂരിന്റെ വികസന സാധ്യതകളെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തക്ക വിധത്തിൽ നിലമ്പൂരിന് അനുയോജ്യവും പ്രായോഗികവും ശാസ്ത്രീയവുമായ വികസന പദ്ധതികൾ ആവിഷ്കരിക്കാൻ, അത് പ്രയോഗബദ്ധത്തിലെത്തിക്കാനുള്ള സമയമൊന്നും നമുക്കില്ല എന്നെല്ലാവർക്കും അറിയാം. ഏതാനും മാസങ്ങൾ മാത്രമേ നിയമസഭയ്ക്ക് കാലാവധിയുള്ളൂ. പക്ഷേ ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ചില പുതിയ തുടക്കങ്ങൾ കുറിക്കാൻ നമുക്കാവും. നിലമ്പൂരിന് അനുയോജ്യമായ വികസന പദ്ധതികൾ ആവിഷ്കരിക്കാനും അതിന് അംഗീകാരം നേടാനുള്ള പ്രാരംഭ നടപടികളിലേക്കെങ്കിലും കടക്കാൻ കഴിഞ്ഞാൽ പോലും നിലമ്പൂരിന് അത് വലിയ നേട്ടമായിരിക്കും. ആ തുടക്കങ്ങളിൽ നിന്ന് ഭാവിയിൽ നമുക്ക് തുടർച്ചകൾ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു തുടക്കം നാം കുറിച്ച 2026 കേരളം വിധിയെഴുതുമ്പോൾ തുടർച്ചയായ 3ാം ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ നാം തുടക്കമിട്ട ആ അടിത്തറയിൽ നിന്നും നിലമ്പൂരിനെ നമുക്ക് മുൻപോട്ട് നയിക്കാനാവും. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്.